അന്നത്തെ എല്ലാവരുടെയും ക്രഷായിരുന്നു അല്ലേ? ഫാത്തിമ. എന്ത് പ്രായം ഉണ്ടാവും ആ ചേച്ചിക്ക്? സമയത്ത് എനിക്കൊരു 16-17 വയസ്സ് അത്രേ ഉള്ളൂ. പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമം വിഷക്കനിയാണ്. ബാക്കി എനിക്കറിയില്ല. മനുഷ്യനെ കൊടുംചതിയിൽ വീഴ്ത്തിയെടുത്തി. ഒരാൾ എനിക്ക് വടകരയിൽ നിന്ന് അങ്ങോട്ട് അയച്ചതാ. അയാൾ കുറെ കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നത്. അവസാനം അയാളെ ബ്ലഡ് വെച്ചിട്ട് അയാൾ ഇങ്ങനെ ഐ ലവ് യു ചെയ്തിട്ടൊരു കത്ത് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്കറിയില്ല, അവർക്ക് എന്നെ ഇഷ്ടമാണ്. അറിയാ ഒരു ഗോസിപ്പായിരിക്കും, അല്ലെങ്കിൽ അവരെ കൂടെ പോയി, അല്ലെങ്കിൽ ആ ആളായിട്ടാണ് ആൾക്ക് റിലേഷൻ, അല്ലെങ്കിൽ അവളായിട്ട് ഒളിച്ചോടിപ്പോയി, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കാൻ ഒരു സുഖം, അത്രയേ ഉള്ളൂ. അല്ല ഞാനും എൻ്റെ വീട്ടുകാരും അത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ഷാഫിക്ക താജുക ഇവർ രണ്ടുപേരെ രണ്ടായിട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അതുപോലെ നല്ല ഫ്രണ്ട്സാണ്. എന്താ പറയുക, ഒരു പെങ്ങളെ പോലെ ഇങ്ങനെ കൊണ്ടുനടക്കും രണ്ടുപേരും. എത്രത്തോളം ദിലീപ് കാവ്യ കോംബോ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സെലിബ്രേറ്റ് ചെയ്തൊരു കോമ്പാണ്. പണ്ടത്തെ കാലഘട്ടം മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും അതുണ്ടാവുമല്ലോ. നമുക്ക് ഈ ആൽബംസ് ഒക്കെ കാണുമ്പം അന്നത്തെ കുറേ മെമ്മറീസ് ഉണ്ടാവുമല്ലോ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ആൽബം സോങ്ങുകളൊക്കെ നമ്മുടെ നാട് ഭരിച്ചിരുന്നൊരു സമയമുണ്ട്. അന്നത്തെ റാണി സുനിത ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ചേച്ചി. താങ്ക് യു. സുനിത എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും. പല നമ്മൾ മുസ്ലിം പേരുകൾ പറയേണ്ടി വരും. ആയിഷ എന്ന് പറയേണ്ടി വരും, ഫാത്തിമ എന്ന് പറയേണ്ടി വരും. ശരിക്കും ഈ പേരുകളിൽ ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേര് ഏതായിരിക്കും? ഫാത്തിമ എന്നായിരിക്കും. ദിൽഹെ ഫാത്തിമ എന്ന് പറയുമ്പോൾ അന്നത്തെ എല്ലാവരുടെയും ക്രഷായിരുന്നു അല്ലേ? അതെ അതെ. ശരിക്കും ആ സമയത്ത് എന്ത് പ്രായം ഉണ്ടാവും ചേച്ചിക്ക്? ആ സമയത്ത് എനിക്കൊരു 16-17 വയസ്സ് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എനിവേ ഭയങ്കര സന്തോഷം ആൻഡ് വെൽക്കം. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചത്. ഈ ദിൽഹെ ഫാത്തിമ ഇറങ്ങുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു 16-17 SSLC കഴിഞ്ഞ് ഉടനെയാണ് ഞാൻ ഈ ആൽബം ഫീൽഡിലോട്ട് വരുന്നത്. +1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1-2 ആൽബംസ് കഴിഞ്ഞപ്പോഴാണ് ദിൽഹെ ഫാത്തിമ ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ആൽബം ദിൽഹെ ഫാത്തിമ അല്ലല്ലോ? അല്ല. ഫസ്റ്റ് ആൽബം കാത്തിരുന്ന നിക്കാഹ് അതായിരുന്നു. അത് ചെയ്തു. പിന്നെ 1-2 ആൽബംസ് വീണ്ടും ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് വന്നാണ് ഈ ദിൽഹെ ഫാത്തിമ. ഒരു കരിയർ തുടങ്ങിയിട്ട് എത്രാമത്തെ വർഷമായിരിക്കും ദിൽഹെ ഫാത്തിമയിലേക്ക് എത്തുന്നത്? ഒരു വർഷത്തിനുള്ളിൽ, ഒരു വർഷം ഇല്ല അതിനുള്ളിൽ തന്നെ. കാരണം 3-4 വർക്ക് ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഈ ആൽബം സോങ്ങുകളുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നെയാണ്. ഇപ്പം ഇറങ്ങുന്ന ആൽബം സോങ്ങുകൾക്ക് അത്തരൊരു റീച്ച് ആൾക്കാരിലേക്കില്ല ശരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ പോലും അന്ന് എല്ലാവരും ഇങ്ങനെ ഫുൾ ടൈം പാടി നടക്കുന്നതിന്റെ അത്രയും ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഇല്ല. ആ സമയത്ത് ഇങ്ങനെ അത് ഭരിച്ചിരുന്ന ഒരു നായിക എന്ന് വെച്ച് നോക്കുമ്പോ എന്താ തോന്നുന്നത്? ആ സമയത്ത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യിക്കാൻ, ഈ അന്നത്തെ ഒന്നും സോഷ്യൽ മീഡിയ ഇല്ല, നമുക്ക് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒന്നുമില്ല. നമ്മൾ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മളെ ആൾക്കാർ കാണും. അപ്പം അങ്ങനെയാണ് അവരുടെ റെസ്പോൺസ് ഒക്കെ അറിഞ്ഞത്. കാരണം അവരുടെ സ്നേഹം. കാരണം എനിക്ക് തോന്നുന്നു കാത്തിരുന്ന് നിൽക്കാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ആ ആൽബം തന്നെ ഭയങ്കര ഹിറ്റായി. അന്നൊക്കെ ഗൾഫ് നാടുകളിൽ ഈ പ്രവാസികളൊക്കെ നാട്ടിൽ വരാൻ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അവർക്കൊരു റിലീഫ് കൂടിയായിരുന്നു ഈ ആൽബംസ്. മുസ്ലിം സോങ് ആണ് കൂടുതൽ ഈ ഒരു മലബാർ ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ ആൽബം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് വർക്കുകൾ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ദിൽഹെ ഫാത്തിമ എടുത്തു പറയാൻ കാരണം അത് ഇന്നിപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയ നോക്കിയാലും ആ ഒരു സോങ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ചേച്ചിയുടെ ആൽബംസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? കമന്റ് സെക്ഷനിലേക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ 2026 ഇന്ന ഡേറ്റിൽ കാണുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള കമന്റ്സുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ സ്റ്റിൽ അത് ഭയങ്കര റെലവെന്റ് ആണ്. അപ്പം ഇപ്പോഴെന്താണ് അതിലേക്കൊന്നും അധികം ആക്റ്റീവ് അല്ലാത്തത്? ഇപ്പം ആക്റ്റീവ് അല്ലാത്ത, ഞാൻ അഭിനയം നിർത്തിയതോ അങ്ങനെ ഒന്നുമല്ല. കല്യാണം 24 വർഷം വരെ ഞാൻ പറഞ്ഞില്ല, 16 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 വർഷത്തിൽ 1-2 പടം ചെയ്തു. അങ്ങനെ ഗ്യാപ്പ് വന്നു. പിന്നെ 24 കല്യാണം കഴിഞ്ഞു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചെയ്തു. പിന്നെ മക്കളൊക്കെ, നമ്മുടെ ഫാമിലി ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങും. കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ഏജ് കഴിഞ്ഞാൽ
അപ്പം ഇടയ്ക്ക് മോനായപ്പോൾ ഞാനൊരു ആൽബം ചെയ്തു, അതും ഭയങ്കര ഹിറ്റായി. അങ്ങനെ ഇപ്പം രണ്ടാമത്തെ മോനെ, അവനിപ്പോൾ 2 വയസ്സായി. അപ്പം ഇനിയിപ്പം വർക്ക് വരുന്ന ചെയ്യണം, നല്ല ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ. ഈ എല്ലാവരുടെയും ക്രഷ് എന്ന് പറയുമ്പോൾ കല്യാണാലോചനകൾ വരെ ആ സമയത്ത് ഒരുപാട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. അതിന്റെ കഥ എന്താ? ശരി, കല്യാണാലോചന വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും എന്നെ വിചാരിച്ച് ഞാനൊരു മുസ്ലിമാണ്. കാരണം ആരും എന്നെ അങ്ങനെ പൊട്ടുവിട്ടിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ കൂടുതലും കാണുന്നത് ലൊക്കേഷനിൽ വരുമ്പോൾ ഞാൻ തട്ടിട്ടിട്ടായിട്ടുള്ള ഉള്ളത്. അപ്പം അങ്ങനെയാണ് തോന്നുന്നു ഗൾഫിൽ നിന്നൊക്കെ കുറേ കല്യാണാലോചനകൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിക്കൽ, ഫോൺ ചെയ്യും. അന്നൊക്കെ നമുക്ക് മറ്റേ ഫോണല്ലേ വീട്ടിൽ, അത് വിളിക്കുമ്പോൾ പറയാം അല്ല അങ്ങനെ ഹിന്ദുവാണ്, അയ്യോ ഞങ്ങൾ മുസ്ലിമാണെന്ന് വിചാരിച്ച അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ ചെയ്യും. അതൊക്കെ പക്ഷേ നമുക്കൊരു സന്തോഷമില്ല. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ആൾക്കാർ സ്നേഹിക്കും. ഇപ്പോഴും ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ഇൻ്റർവ്യൂസിൽ അല്ലെങ്കിൽ ആൽബത്തിനടിയിലൊക്കെ നമ്മൾ ഇഷ്ടമാണ്, ഞങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, ഇനിയും തിരിച്ചു വരണം എന്നൊക്കെ പറയുമ്പോൾ അത് കാണുമ്പോൾ ഒരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. എന്തായാലും എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, സന്തോഷം. ഓക്കെ. അങ്ങനെ ആ സുന്ദരീനെ കല്യാണം കഴിച്ചത് അവസാനം ഇദ്ദേഹത്തിനാണല്ലേ കിട്ടിയത്? അതെ. അദ്ദേഹം സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം ഞങ്ങൾ അതായത് കല്യാണം കഴിഞ്ഞിട്ടും വർക്കായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം ഉണ്ട്. അതാണ് ഞാൻ ഈ ഒരു ഫീൽഡ് വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ടാവും. ആളും അത് തന്നെ ആയതുകൊണ്ട് നല്ല സപ്പോർട്ടാണ്. കൊല്ലം ഷാഫി എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് നേരത്തെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ദിലീപ് കാവ്യ കോംബോ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സെലിബ്രേറ്റ് ചെയ്തൊരു കോംബാണ്. അല്ലെങ്കിൽ ഇപ്പം ഹിറ്റായി നിൽക്കുന്ന പല ഇപ്പം ഡ്യുവറ്റ് കോമ്പോസ് പറയുന്നത് പോലെ നിങ്ങൾ അത്രയും വലിയ ഹിറ്റായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു കംബാക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു വർക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഒരു കംബാക്കിന് വേണ്ടി നിൽക്കുന്ന ഒരു ടൈമാണോ? കാരണം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു 1 വർഷമാവാറായി. അപ്പം ഇതിൽ കമൻറ്റിൽ തന്നെ ഇപ്പോഴും ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, വർക്ക് ഇനിയും തിരിച്ചു വന്നൂടെ, ഈ പറഞ്ഞ പോലെ ഷാഫിക്കയുടെ കൂടെ. എനിക്ക് തോന്നുന്നു ഷാഫിക്കയുടെ കൂടെ തന്നെ ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു കോംബോ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ ആ ഒരു ഹിറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ടുണ്ട്. വർക്ക് ചെയ്യുമോയെന്ന് അറിയില്ല, നമുക്ക് ചെയ്യണം ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് ഷാഫിക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ. അപ്പോൾ പറഞ്ഞു നമുക്കൊരു വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇൻഷാ അല്ലാ. ഈ ജാഫർക്കായിട്ടൊരു ആൽബം ഉണ്ടല്ലോ, ശരിക്കും അതിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജാഫർക്കയുടെ ഒരു കാലമേ അല്ല. ജാഫർക്ക അതിനകത്ത് ഇങ്ങനെ ഡാൻസും പാട്ടും പിന്നെ മൊത്തത്തിൽ ആ സീനറിയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ടൈം? ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ജാഫ്രിക്കയുടെ കൂടെ നല്ല എക്സ്പീരിയൻസ്. കാരണം അത് എനിക്ക് പെട്ടെന്ന് വന്നു ഒരു വർക്ക്. സജിയേട്ടൻ അങ്ങനെ സജിയേട്ടൻ്റെ വർക്കിന് വേണ്ടി അത് സജിയേട്ടൻ എഴുതി. അങ്ങനെ ഞങ്ങൾ അത് വാഗമണ്ണായിരുന്നു. എനിക്കറിയില്ല ജാഫ്രിക്കയാണ്. ജാഫ്രിക്ക അന്ന് ഇങ്ങനെ വരുന്ന സമയമാണല്ലോ, അന്ന് വന്ന് കണ്ടു. പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെ സംസാരിക്കും. പക്ഷെ ആള് ഭയങ്കര കോമഡിയാണ്, നന്നായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കും. ആള് ഞാൻ അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ പതുക്കെ വെക്കുമ്പോൾ എല്ലാം മോളെ അങ്ങനെ ഒന്നും ചെയ്യണം, മോളെ അടിച്ചോ എന്നൊക്കെ പറയും. അത്രയും നന്നായിട്ട് കെയർ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ഓർമ്മയായിരുന്നു. ഇപ്പം ജാഫർക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇക്ക ഇങ്ങനെ ഫുഡിനെ പറ്റി കുറേ പറയും, ഫുഡിൻ്റെ കോമ്പോസ് അല്ലെങ്കിൽ ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം. അന്ന് ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഫുഡ് എക്സ്പീരിയൻസസ് ഉണ്ടോ? ഫുഡിൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം നമുക്കൊരു ആൽബം ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയിട്ട് ഒരു നൈറ്റ് ഒക്കെ ആകുമ്പോൾ ഷൂട്ട് തീരും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഹറുവരായിരിക്കും. അങ്ങനെ ഫുഡായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത് ഞാൻ ആളായിട്ട് അങ്ങനെ സംസാരിക്കലൊക്കെ വളരെ, കാരണം ആൾ ഇച്ചിരി ഫേമസ് ആയി നിൽക്കുന്ന ഒരാളല്ല. അപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു ബഹുമാനം ഉണ്ടല്ലോ. അന്ന് അത്ര കമ്പനി ഒന്നും ആയിട്ടില്ല. പക്ഷേ ആൾ ഭയങ്കര ജെന്യൂനാണ്. പണ്ടത്തെ കാലഘട്ടം മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും അതുണ്ടാവുമല്ലോ. നമുക്ക് ഈ ആൽബംസ് ഒക്കെ കാണുമ്പം അന്നത്തെ കുറേ മെമ്മറീസ് ഉണ്ടാവുമല്ലോ. എപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയും ആ നല്ല നല്ല ആൽബംസ് ആയിരുന്നു. ചെയ്യുന്ന ഒരു വർക്കാണെങ്കിലും അത് നല്ല വർക്കാണെങ്കിലും അത് മതി ആൾക്കാർക്ക്. അങ്ങനത്തെ ഇനിയും വരണം, ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഈ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഇങ്ങനെ പറന്ന് നടന്നൊരു സുനിതയുണ്ട്. ആ സുനിതനെ എങ്ങനെ ഇപ്പൊ നോക്കി കാണുന്നത്? അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ ലൊക്കേഷനിലേക്ക് പോവാ, അത് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ വന്നതാണ്. കാരണം ഒരു ഷൂട്ട് കഴിഞ്ഞ് രാത്രി അവിടുന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോവാ, അങ്ങനെ ചിലപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കൂടെ ഉണ്ടാകുക. അതിന് കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മ അച്ഛൻ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നു ഈ കാര്യത്തിൽ ഫാമിലി തന്നെയായിരുന്നു. അച്ഛൻ, അമ്മ, ചേച്ചിമാര് എല്ലാവരും, ഫാമിലീസും റിലേറ്റീവ്സും എല്ലാവർക്കും സന്തോഷം. കാരണം അവർക്കൊക്കെ അത് സുനിതയുടെ ഫാമിലി ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്, അവർക്കും ഒരു അഭിമാനം, പ്രൗഡായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ട്. നമ്മളൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ ഒരു പെൺകുട്ടി ഒരു ആൽബത്തിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞാൽ തന്നെ
നമ്മുടെ സൊസൈറ്റി അവരെ വേറൊരു കണ്ണിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, കാരണം എപ്പോഴും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവില്ല ഒരു കുശുമ്പോ അല്ലെങ്കിൽ അങ്ങനെ. ഞാനത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാനത് ഇതിലൂടെ എടുത്ത് ഇതിലൂടെ കളയും. അത് നമ്മൾ മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം ഞാൻ അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നും നമ്മൾ തളർത്താറേ ഇല്ല. അങ്ങനെ തളർത്താൻ ശ്രമിച്ചൊരു നെഗറ്റീവ് കമന്റ് ഒക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെയെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. നമുക്കിപ്പോൾ എങ്ങനെയാ എന്താ പറയുക, ഒരു ഗോസിപ്പായിരിക്കും, അല്ലെങ്കിൽ അവരെ കൂടെ പോയി, അല്ലെങ്കിൽ ആ ആളായിട്ടാണ് ആൾക്ക് റിലേഷൻ, അല്ലെങ്കിൽ അവളായിട്ട് ഒളിച്ചോടിപ്പോയി, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കാൻ ഒരു സുഖം, അത്രയേ ഉള്ളൂ. അല്ല ഞാനും എൻ്റെ വീട്ടുകാരും അത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം നമ്മളെന്താണെന്ന് നമുക്കറിയാം, വേറെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് അവർ പറയുന്ന അവർക്ക് വെറുതെ വായു പോവാന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളത് മൈൻഡ് ചെയ്തിട്ടാൽ മതി. ഓക്കെ. ഈ പറയുന്ന ഗോസിപ്പുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഷാഫിക്കയായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒളിച്ചോടി പുള്ളിക്കാരന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫാമിലി, ബാക്കിയുള്ളവർ അവിടുത്തെ റിയാക്ഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അതെ, ഷാഫിക്കയുടെ എന്ന് വെച്ചാൽ ആ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ റജിലത്തെ വിളിച്ചിട്ടുണ്ട്, സുരിത അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ റിലേഷൻ, എൻ്റെ ഒരു ഇത്ത തന്നെയാണ് ചേച്ചി. എപ്പോഴും എന്താ പറയുക, സ്നേഹത്തോടെ സംസാരിക്കുന്ന അങ്ങനെ ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരു കേൾക്കുമ്പോൾ ആള് പറയും സുനിതേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇഷ്ടം എന്ന് പറയും. കാരണം ഞാൻ അങ്ങനെയാണ് ചിത്തേൻ്റെ അടുത്ത്. ഇപ്പം എൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ചു. ഞങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ഗോസിപ്പ് ഒന്നും ആവാൻ പോണില്ല. ഞങ്ങൾ നടത്താൻ പറ്റൂല, ഒരിക്കലും നടത്താൻ പറ്റില്ല. ഓക്കെ. എത്ര ആൽബംസ് ടോട്ടൽ ചെയ്തിട്ടുണ്ടാവും? അതാ പ്രശ്നം. അത് കണക്കൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഒരു 200 ഒക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത് ആ സമയത്ത്. കാരണം അറിയപ്പെടാതെ കുറേ ആൽബംസ് ഉണ്ട്. നമ്മൾ ഹിറ്റായ ആൽബംസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. അല്ലാണ്ട് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മുസ്ലിംസ് ആൽബം അല്ലാത്ത ഹിന്ദുസിന്റെ കുറേ, അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നില്ല എനിക്കങ്ങനെ അത്രയും ക്ലിക്കായിട്ടുണ്ടോന്ന്. എനിക്കത് മുസ്ലിംസ് ആൽബം തന്നെയാണ് ഞാൻ ഹിറ്റായത്. കുറേ ഞാനും എൻ്റെ ഇപ്പോഴും യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ അത്രയും ആൽബംസേ കാണാനുള്ളൂ. ബാക്കി ചെയ്ത ആൽബംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിൽ എത്ര എണ്ണം എന്ന് കറക്റ്റ് പറയാനും അറിയില്ല. 200ഓളം ആൽബംസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഭയങ്കര ഒരു വലിയ ജേർണി അല്ലേ? എത്ര ഒരു 16 വയസ്സ് തൊട്ട് 22 വയസ്സിലുള്ള ഒരു ടൈമിൽ ഒരു 200ഓളം എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. അതിനകത്തൊക്കെ നായികയായിട്ട് തന്നെയാണ്, എല്ലാത്തിലും നായികയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അവാർഡൊക്കെ തരണ്ടെന്ന് തോന്നല്ലേ? അതെ, അങ്ങനെ നായിക അല്ലാത്ത പടങ്ങൾ ചെയ്തിട്ടില്ല. അല്ല, പടം മീൻസ് ആൽബംസ് അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ 1-2 സീരിയല്, പിന്നെ ഒരു 2 പടം ചെയ്താലോ ഒരു പടം ഇറങ്ങിയിട്ടില്ല. അതിൽ അത് ഇറങ്ങി. അതിന് മുന്നേ ഞാനൊരു പടം ചെയ്തു, ആലപ്പി അഷ്റഫിനുണ്ട്. പക്ഷെ ആ പടം എപ്പോഴും പെട്ടിയില്ല, ഇറങ്ങിയിട്ടൊന്നും. എല്ലാ വർക്കും കഴിഞ്ഞ് പെട്ടിയില്ല. അതിന് ശേഷമാണ് നിന്നിഷ്ടം സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പം അത് ആക്ച്വലി ഒരു നല്ല ഹോപ്പ് ഉണ്ടായിരുന്ന പടമല്ലേ? കാരണം ലാലേട്ടന്റെ അത്ര ഒരു ഹിറ്റായ പടത്തിന്റെ നല്ലതല്ലായിരുന്നു. പക്ഷെ അത് അത്ര ഓടിയില്ല കേട്ടോ. പക്ഷെ എനിക്കത് മതി. കാരണം എനിക്കൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പടം ചെയ്തു, സന്തോഷം. ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിന്റെ? ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ വീട്ടിലെ അച്ഛനമ്മ എല്ലാവർക്കും, കാരണം അവരുടെ മകനും ഈ ഫീൽഡിലാണ്. പിന്നെ ഇപ്പം എന്നെ കല്യാണം കഴിച്ച ആളും ഞാൻ നേരത്തെ പറഞ്ഞു ആളും ഫിലിം ഫീൽഡിലാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുള്ളൂ. നല്ല വർക്ക് വന്നാൽ ആൾ ചെയ്തോന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഒന്ന് ചെയ്യണ്ട, അല്ലെങ്കിൽ സിനിമയാണെങ്കിലും നല്ലത് വരുമ്പോൾ നമുക്ക് നോക്കാം, ചെയ്യാം. ഈ നായികയ്ക്കുള്ളൊരു വരവേൽപ്പ് എങ്ങനെയുണ്ടായിരുന്നു ആ വീട്ടിൽ? അയ്യോ, അവർക്ക് സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അധികം ഗ്യാപ്പൊന്നുമില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ടും അറിയുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അവർക്കതൊരു പുതുമ, അല്ലെങ്കിൽ ഞാനൊരു അഭിനയിക്കുന്ന ഒരാൾ അങ്ങനെയൊന്നുമല്ല. സാധാരണ വീട്ടിലൊരു കുട്ടി, അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ ദിൽ ഹേ ഫാത്തിമ എന്ന് പറയുന്ന പാട്ട് പല പല ഭാഷകൾ ചേർന്നിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അങ്ങനെ ഒരു സോങ് വേറെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് തോന്നുന്നു ഷാഫിക്കയുടെ ഒരു ഹിറ്റ് തന്നെയായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് ട്രെൻഡായിട്ട് പോകുന്നുണ്ട്. അത് അന്ന് ചെയ്യുമ്പോൾ ഞാനത് ഇങ്ങനെ ഒരു ഹിറ്റ് ആവുന്നോ, അല്ലെങ്കിൽ അതിൽ 3-2 നായകന്മാരാണ് ഉള്ള. അപ്പൊ അത് എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഇത് വന്നപ്പോഴാണ് ഈ ഒരു തമിഴ്, അങ്ങനെ ഹിന്ദി, നീലച്ചുരിദാറിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ കുട്ടീനെ പെട്ടെന്ന് എല്ലാരും റെക്കഗ്നൈസ് ചെയ്യും. കാരണം തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ആ ആളുടെ പ്രസൻസ് അവിടെ ഉണ്ടല്ലോ. ബാക്കിയുള്ളവർ സ്വപ്നത്തിലേക്ക് പോവുകയാണെങ്കിലും ആളവിടെ തന്നെ ഉണ്ടല്ലോ. ശരിക്കും ഈ പാട്ടിന്റെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ശരിക്കും അത് സത്യമാണോ? ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടോ ഹിന്ദിയിലൊക്കെ? അയ്യോ, അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോവുക, ചെയ്യാൻ വരിക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും നോക്കുന്നൊന്നുമില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഓക്കെ. അതിനകത്ത് കുറേ പോർഷൻസ് പറയുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളൊരു പോർഷൻ ഏതായിരിക്കും ആ പാട്ടില് ഞങ്ങൾ തമ്മിൽ ഒരു ഇതില്ലേ,
കാലച്ച് കേട്ടപ്പോ ഇതില്ല അതന്നെ ഹിന്ദി സോങ്ങിന്റെ അതാണ് എനിക്ക് കാതോരം നീയപ്പോൾ ചൊല്ലിയ കാര്യം. കനവല്ലായിരുന്നു അതാണല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, പാടുവോ? പാട്ട് പാടുമൊന്നുമില്ല, ചെറുതായിട്ട്. ഈ അഭിനയിക്കുന്ന ആൾക്കാര് നൈസായിട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിച്ചേ. അത്രയൊന്നുമില്ല. ഇല്ല. ഓക്കെ, എന്നാലും നമുക്ക് തീർന്നതിന് മുന്നേ നമുക്കൊരു നോക്കാം അല്ലേ. അടുത്ത ഹിറ്റ് ഏതായിരുന്നു? ദിൽഹെ ഫാത്തിമ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിന്റെ മണിയറയിൽ അത് നല്ലൊരു ഹിറ്റായിരുന്നു. അതുപോലെ കുറെ ഒരു പൂ തന്നാൽ ശരിക്കും അത് താജുക്കയുടെ കൂടെ ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടമാണ് സോങ്. അത് ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ വെറുതെ സെർച്ച് ചെയ്ത് വെറുതെ എൻ്റെ യൂട്യൂബിൽ പെട്ടെന്ന് കയറുന്നു. ഞാൻ അയ്യോ ശരിയാണല്ലോ, ഇതും ചേച്ചി തന്നെയാണല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ചേച്ചി തന്നെയായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം ഷാഫിക്കയ്ക്ക് ബെസ്റ്റ് കോംബോ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം താജുക്കയുടെയും ഒരു ഹിറ്റ് പാട്ടുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉണ്ട്. താജുക്ക ഈ പറഞ്ഞ പോലെ തന്നെ ഷാഫിക്ക താജുക്ക ഇവർ രണ്ടുപേരെ രണ്ടായിട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അതുപോലെ നല്ല ഫ്രണ്ട്സാണ്. എന്താ പറയുക, ഒരു പെങ്ങളെ പോലെ ഇങ്ങനെ കൊണ്ടുനടക്കും രണ്ടുപേരും. എന്ത് കാര്യങ്ങളും നമുക്ക് പറയാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന സലീം കോടത്തൂരും ഇക്കടെയാണല്ലോ മറ്റേ മനസ്സിന് അതിൽ അഭിനയിച്ച അൻവറാണ്. ഇവരൊക്കെ നല്ല പുള്ളിക്ക് ഇപ്പം സിനിമയിലും അൻവർ അല്ലേ? അൻവർ സിനിമയിലൊക്കെ ഉണ്ട് ഉണ്ടല്ലേ. അതും ആക്ച്വലി ഭയങ്കര ഒരു ഹിറ്റ്, ഒരു ബ്രേക്ക് ആയിരുന്നു, നല്ല വർക്കായിരുന്നു അത്. എനിക്കൊന്ന് ഈ സോങ്ങുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടാണ് വീഡിയോ സോങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഓരോരുത്തരെ ഓട്ടോയുടെ പുറകിലും അല്ലെങ്കിൽ വാൾപേപ്പറായിട്ട് ഇങ്ങനെ ഉണ്ട്, അത്രയ്ക്ക് നല്ല ക്രഷായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാനും ചിന്തിക്കും. നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ വരുന്ന ആൾക്കാരൊരു ഇതാണ്, എന്താ പറയുക, ഭാഗ്യമാണ്. കാരണം ഇത്രയും പുറത്ത് നമ്മൾ അറിയാത്ത ഒരുപാട് ആൾക്കാരാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മളെ മോളെ പോലെ കണ്ട് നമുക്ക് ഗിഫ്റ്റുകൾ, നമുക്ക് ഫുഡുകൾ ഇതൊക്കെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുത്തരിക ലൊക്കേഷനിൽ വരുമ്പം. അവരുടെ ആ സ്നേഹം എനിക്കൊന്ന് ഇപ്പോഴും ഒരു മോളിൽ പോയാലോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോലെ ഞാനൊരു ഷോപ്പിങ്ങിന് പോയിട്ട് അപ്പോഴും ആൾക്കാരുണ്ട്, കാണാൻ വരുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാൻ ചിന്തിക്കും ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു ഫീൽഡിൽ ഞാൻ വന്നോണ്ടല്ലേ, അല്ലെങ്കിൽ ആരും അറിയില്ല. ഒന്നാമത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഫീൽഡിൽ വരാൻ. ഞാൻ മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഡാൻസും അല്ലെങ്കിൽ സ്കൂളിൽ കലാത്തിലൊക്കെ, അങ്ങനെ കലാത്തിലല്ല കലോത്സവങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴും എൻ്റെ മൈൻഡിൽ സിനിമ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ തന്നെയാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരാഗ്രഹം. അപ്പം ഞാൻ അങ്ങനെ തന്നെ വന്നു. അത് നമ്മളൊരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും എന്ന് പറയുന്നത് സത്യമാണ്. നമുക്ക് കിട്ടിയല്ലേ. പക്ഷെ ഈ ഒരു ഗ്യാപ്പ് ശരിക്കും നമ്മുടെ കരിയറിനെ എഫക്ട് ചെയ്തിട്ടില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും ലൈവായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും, അത് ഉറപ്പല്ലേ. അത് സംബന്ധിച്ച് അത് പക്ഷെ അതത്ര എന്താ പറയുക കെയർ ചെയ്യുന്നില്ല. കാരണം എനിക്ക് അതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എൻ്റെ ഫാമിലി ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പോയത്. അപ്പം ഇനിയിപ്പോൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മക്കളെടുത്ത് ഹസ്ബൻഡ്, ഫാമിലി. നമ്മളിപ്പോൾ പക്ഷെ റീൽസ്, വ്ളോഗിങ് ഇപ്പോൾ അതെ. ഇപ്പം പക്ഷെ അതും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെലിവറി ഇങ്ങോട്ട് കഴിഞ്ഞ സമയത്ത്, സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് വ്ളോഗിങ്ങും ഇൻസ്റ്റാഗ്രാം എല്ലാം ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് നിൽക്കുക. ഇനിയിപ്പം പതിയെ അതിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. സ്റ്റാർട്ട് ചെയ്തെടുക്കണം. ആ സമയത്തൊക്കെ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? 1-2 കത്തുകളൊക്കെ. ഒരു കത്തില് ഒരാൾ എനിക്ക് വടകരയിൽ നിന്ന് അങ്ങോട്ട് അയച്ചതാ. അയാൾ കുറെ കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നു. അവസാനം അയാളെ ബ്ലഡ് വെച്ചിട്ട് അയാളിങ്ങനെ ഐ ലവ് യു എഴുതിയിട്ടൊരു കത്ത് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഞാൻ അമ്മയും അച്ഛനും കണ്ടിട്ട് പറഞ്ഞു, ദൈവം ഇവർക്കൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ അയക്കുന്നു. ഒറ്റ കത്തേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആകലത്തെ. ബ്ലഡൊക്കെ വെച്ചിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞത് ഞാൻ എൻ്റെ കൈൻ്റെ ഇവിടെ മുറിച്ച് ആ ബ്ലഡ് വെച്ചിട്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്തുണ്ടായിരുന്നു, ഒറ്റ കത്ത്. അത് നല്ല ഓർമ്മ. മറുപടി എഴുതണം തോന്നില്ലേ? മറുപടി ഒന്നും എഴുതുന്നില്ല, പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇതല്ലാതെ ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? ഇങ്ങനെ ആൾക്കാർ നേരിട്ട് വന്നിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, ലൊക്കേഷനിൽ വരിക, അല്ലെങ്കിൽ അവർ പെട്ടി ചോക്ലേറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരിക. എന്നിട്ട് എൻ്റെ ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പം പൊട്ടൊക്കെ തൊട്ടിട്ട് കഴിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മോള് പൊട്ടും തൊടരുത്, പൊട്ടൊക്കെ എടുത്തവർ മാറ്റിയിട്ട് എന്നെ കൂടെ ഷാൾ ഇടിച്ച് ഇങ്ങനെ നടന്നാൽ മതി, ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ സ്നേഹിക്കല്ലേ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ആളെ മറ്റേ കണ്ണാടിയും പൊട്ടൊക്കെ കണ്ണാടി ഇപ്പൊ ശരിക്കും കുറച്ച് കാലമായി ഞാൻ വെച്ച് നല്ല കാഴ്ചക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റാറില്ല. പക്ഷെ ഇതേ ശരിക്കും ലുക്ക് ഭയങ്കര ചേഞ്ച് ആവും. ഈ പൊട്ടും തട്ടവും മാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയങ്കര ചേഞ്ച് ശരിക്കും ഉണ്ടാവും തോന്നുന്നു. നമ്മുടെ ഇരട്ടകളെ പോലെ ആവുമായിരിക്കും. അതുകൊണ്ട് ഇത് മാറ്റി തട്ടക്കിട്ട വേറൊരാൾ തന്നെയായല്ലോ.
ഓക്കെ, തട്ടൊക്കെ ഇട്ട് കാണിക്കണം കേട്ടോ, ഒന്നും പോണേ. കളിച്ചിട്ട്. ഓക്കെ, ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു പാട്ട് ഏതായിരിക്കും ശരിക്കും അങ്ങനെയാണെങ്കിൽ? ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്തത് എനിക്കൊന്നും ഞാനെല്ലാം എൻജോയ് ചെയ്യും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മൾ ജോലി എപ്പോഴും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമായിരിക്കുമല്ലോ. നമുക്ക് ഇഷ്ടമല്ലാണ്ട് നമ്മളൊരു വർക്കിൽ കൊണ്ടുപോയിട്ടാൽ അവിടെ നമ്മൾ ചിലപ്പം അവർക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. ഇതങ്ങനെയല്ല, ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഏത് വർക്കിൽ പോയാലും അതൊരു ചെറിയ വർക്കാണെങ്കിലും അത് ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യും. അതാണ് എൻ്റെ സന്തോഷം. അതിൽ അവിടെ വരുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണും, പക്ഷെ എനിക്ക് അത് അവരെ എത്രയോ പരിചയമുള്ള പോലെ ആയിരിക്കും. അവരും എൻ്റെ അടുത്ത് അതുപോലെ സ്നേഹത്തിൽ നിൽക്കും. അതുകൊണ്ട് ഇന്ന് ഒരു വർക്ക് എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാ വർക്കും ഞാൻ ഭയങ്കര സന്തോഷിച്ച് ആസ്വദിച്ച് ചെയ്തൊരു വർക്ക്. അന്നത്തെ ഒരുപാട് നായികമാരുണ്ടായിരുന്നു അല്ലേ? കുറെ ഇപ്പം ചേച്ചി അല്ലാതെ വേറെ കുറച്ച് നായികമാരോടുണ്ടായിരുന്നു. അവർക്ക് ആർക്കും കിട്ടാത്തൊരു റെക്കഗ്നേഷൻ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, സത്യമായിട്ട്. അപ്പം ഞാൻ എനിക്ക് ദൈവം എന്തോ ഒരു ഭാഗ്യം തന്നിട്ട്. കാരണം എന്നെപ്പോലെ തന്നെ അന്ന് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ഇത്രയും ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ അങ്ങനെ അറിയപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതെന്റെ ഭാഗ്യമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അവർ എൻ്റെ ഫേസ് അല്ലെങ്കിൽ അങ്ങനെ, കാരണം എപ്പോഴും എനിക്ക് ചിരിച്ച് നിൽക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർക്ക് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിനക്ക് ഇവിടെ വേദനിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. കാരണം ഫുൾ ടൈം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഇനി അതുകൊണ്ടാണോ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് എല്ലാവരുടെ അടുത്തും നിൽക്കുന്നത്. എന്തോ എനിക്കറിയില്ല, അവർക്ക് എന്നെ ഇഷ്ടമാണ്. അത് കൊള്ളാം. അതേപോലെ എല്ലാരും ഇങ്ങനെ ആൽബം സോങ്ങിലൂടെ പ്രേമിക്കാനൊക്കെ പ്രേരിപ്പിച്ച് പ്രേമം കാണിച്ച് അതൊക്കെ അതിന്റെ കൂടെ പിന്നെ ഒരു ശകുന്തളയുടെ വേഷം ഇട്ട് വന്നിട്ട് പറഞ്ഞു പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമം വിശക്കനിയാണ്. ബാക്കി എനിക്കറിയില്ല. മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിയെടുത്തി. എനിക്കറിയില്ല, ഞാനങ്ങനെ പ്രേമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെയല്ലല്ലേ? ഓക്കെ. അപ്പൊ ഈ ആ ഒരു പാട്ടിന്റെ ശരിക്കും കാരണം എൻജോയ്ലി അത്രയും നാളും ചെയ്തു വെച്ചതിൽ നിന്ന് ഭയങ്കര ഓൾറെഡി ഷൂട്ട് ചെയ്ത സോങ് ആയിരുന്നല്ലോ പ്രേമത്തിന്. പിന്നെ വീണ്ടും സജി മില്ലേനിയം ആണ് ആ വർക്ക് വീണ്ടും ഷൂട്ട് ചെയ്തത്. അത് പക്ഷെ വേറൊരു തീമൊക്കെ വെച്ചിട്ട് 3 നായകന്മാരൊക്കെ വെച്ചിട്ട് നല്ലൊരു വർക്കായിരുന്നു കേട്ടോ. അതും നല്ല ഓർമ്മ. അതൊരു നമ്മൾ കക്കയത്തൊക്കെ വെച്ചിട്ട് നല്ല സോങ്. ആ ഒരു മേക്ക് ഓവർ ഒക്കെ ഓർമ്മയുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. അത് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, സുനിത ഏത് വേഷം വേണം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശകുന്തള മതി. ശകുന്തളയായിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര നാളെ ആ തട്ടത്തിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അതാണ് ഞാൻ എടുത്തത്. കാരണം മറ്റേതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത കുറെ കാര്യങ്ങളായിരിക്കുമല്ലോ. ഇതാകുമ്പം ഒരു വെറൈറ്റി അല്ലേ അങ്ങനത്തെ ഒരു വേഷം. അത് കാണാനും ഞാൻ എങ്ങനെ ഉണ്ടാവും ആ ലുക്കിൽ ഇത് കാണാൻ എനിക്കൊരാഗ്രഹം. അപ്പം അത് കിട്ടിയപ്പോൾ സന്തോഷം. ഓക്കെ. ചെയ്ത പാട്ടുകളിലെ ഏറ്റവും റിപ്പീറ്റായിട്ട് എപ്പോഴും മനസ്സിലുണ്ടാവുന്നൊരു പാട്ട് ഏതായിരിക്കും? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഒന്ന് ദിൽഹവത്യമാണ്, പിന്നെ മനസ്സിൻ്റെ മണേറയിൽ ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ കുറേ പാട്ടുണ്ടല്ലോ ദൈവമേ. പിന്നെ ഒരു ഹിന്ദു സോങ് ഉണ്ട്, ഒരു വാക്കുമിണ്ടാതെ എന്ന് പറഞ്ഞിട്ടൊരു സോങ് യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഹിന്ദുസിൻ്റെ ഒരു ഇത് ചെയ്ത സോങ്ങാണ്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. അപ്പോൾ ഈ നമ്മളെല്ലാവരും അന്ന് മുസ്ലിമായെന്ന് വിചാരിച്ച ഒരാൾ ഹിന്ദു സോങ് ചെയ്യുമ്പോൾ ഉള്ളൊരു മാറ്റം ആൾക്കാർ അന്ന് അല്ല, എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഹിന്ദു ആണെന്ന്. വലിയ അവർക്ക് പക്ഷെ അങ്ങനെ കാണാൻ ഇഷ്ടമല്ല എന്നേ അവർ പറയൂ കാണുമ്പോൾ. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും വെച്ച് ഈ അടുത്ത് കണ്ടാലും പറയും ചേച്ചി മുസ്ലിം ആണെന്ന് ഞങ്ങൾ ഇത്രയും നാളെ വിചാരിച്ചെന്ന് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളെ ഇപ്പൊ എനിക്കൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെപ്പോഴും പൊട്ടൊക്കെ വെച്ച് ശീലിച്ച് പിന്നെ നമ്മൾ ഇതങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഭംഗിക്കുറവുണ്ടോ, നമുക്കൊരു ഇതുണ്ടോ, നമുക്കിത് ചേരുവോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ചെറിയൊരു പ്രായത്തിൽ തന്നെ വേറൊരു ഗെറ്റപ്പിലേക്ക് തന്നെ ആള് മാറുമ്പോൾ അത് അങ്ങനെ ആ സമയത്ത് അത്രയും അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, അന്ന് അങ്ങനെ ചിന്തിക്കാനുള്ള പ്രായമൊന്നുമില്ലല്ലോ. നമ്മൾ 10-16 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ പോവന്നു എൻ്റെ അടുത്ത് ചിരിക്കാൻ എനിക്ക് അഭിനയമൊന്നും അറിയില്ല. സാറ് പറയും അങ്ങോട്ട് നോക്കി ചിരിക്കൂ, അല്ലെങ്കിൽ ഇത് അവിടെ നോക്കൂ. പിന്നെ പർദ്ദയൊക്കെ ഇട്ട് വരുമ്പം കണ്ണാടി നോക്കുമ്പോൾ കൊള്ളാലോ ഞാനും ഭംഗിയുണ്ട്, എനിക്ക് പർദ്ദ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമാണ്. അപ്പം അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവനെ അതിൽ നമ്മൾക്കത് ഭംഗി ഉണ്ടാവോ ഇല്ലയെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് മൊത്തം മുസ്ലിം വർക്ക് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. കാരണം പോവുക തട്ടട ഇതായിരുന്നു എൻ്റെ മെയിൻ. കേട്ടിട്ടുള്ള അപ്രിസിയേഷനിൽ ഏറ്റവും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു അപ്രിസിയേഷൻ ഏതായിരിക്കും? അത് എന്താണ്,
അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എന്നോട് നല്ലതാണെന്ന് പറയുന്നു. ഒരാൾ പോലും ഇന്ന് വരെ എൻ്റെ അടുത്ത് ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അടിപൊളിയാണ്, അല്ലെങ്കിൽ കൊള്ളാം, സൂപ്പറാണ്, ഇനി ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോഴും എൻ്റെ ഫാമിലിയിലാണെങ്കിലും. അപ്പം എന്നെ തളർത്താൻ വേണ്ടി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് എനിക്ക് ഇന്ന് മെമ്മറി അങ്ങനെയൊന്നുമില്ല. ഈ നമ്മൾ ഇത്രത്തോളം ആൽബംസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിലേക്കുള്ള ഒരു വേ കുറച്ചും കൂടെ ആ സമയത്ത് ഓപ്പൺ ആയിരിക്കണമല്ലോ. അപ്പം ആ സമയത്ത് അങ്ങനെ ട്രൈ ചെയ്തിരുന്നോ? അങ്ങനെ കുറെ കോഴ്സ് വന്നിരുന്നോ? ഇല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. കാരണം അങ്ങനെ ട്രൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ ചെയ്യല്ലേ. ഇല്ല അതിപ്പോ ആൾക്കാരെ കഴിക്കാൻ ഭയങ്കര പൊങ്ങച്ചും അല്ല, അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആൽബം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത നേരെ സിനിമയായിരുന്നില്ല, സീരിയലായിരുന്നു. സീരിയലും ഇതുപോലെ എൻ്റെ ആൽബം കണ്ടിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്. അതുപോലെ സീരിയൽ കണ്ടിട്ട് ആലപ്പി അഷ്റഫിൻ്റെ വൈഫാണ് ഈ കുട്ടി. അവരുടെ വേറൊരു പടം ഉണ്ട്, അത് പടം ഇറങ്ങിയിട്ടില്ല, ചിന്നമുത്തു എന്ന് പറഞ്ഞൊരു പടം. തമിഴിലും മലയാളത്തിലും ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതിറങ്ങി ആ പടത്തിലേക്ക് തന്നെ അവർ ആദ്യം വിളിക്കുന്നത്. സീരിയൽ കണ്ടുകൊണ്ടാണ് വിളിച്ചത്. ആൽബംസൊക്കെ കണ്ടു. അങ്ങനെ എറണാകുളത്ത് സാറെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ആയപ്പോഴാണ് ആ പടം ചെയ്തത്. ആ പടം ഇറങ്ങിയില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നിന്നിഷ്ടത്തിന് വിളിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ആ സമയത്ത് അങ്ങനെ അധികം എൻക്വയറീസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിൽ നിന്ന് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞപ്പോൾ 1-2 പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ സമയത്തൊക്കെ സിനിമകളെ, കാരണം നമ്മൾ ഓൾറെഡി ആൽബത്തിൽ തിളങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, പാരലി സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പൊ എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ? അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം ആൽബം തന്നെയാണ്. അതെന്താ? അതാണ് നമ്മൾ അങ്ങനെ അധികം വർക്ക് ചെയ്യണല്ലോ. നമുക്കൊരു പാട്ട് തരും, നമ്മളതിൽ ലിപ്പ് കൊടുത്താൽ മതി. ഈ ആൽബം സിനിമയും അഭിനയിച്ച ഒരാളെന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും മെയിൻ ഡിഫറൻസ് എന്തായിരിക്കും? മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസം നമ്മൾ അതിന് വേണ്ടി കൊടുക്കണം. ആൽബം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് സിനിമയാണ് കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ അറിയപ്പെടുന്ന സിനിമയായിരിക്കും. പക്ഷെ നല്ല സിനിമകൾ അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ കിട്ടണമെങ്കിൽ അത് കുറച്ച് നമുക്ക് ഭാഗ്യം കൂടി വേണ്ടി വരും. അതുകൊണ്ട് പാട്ടിൽ അഭിനയിക്കുന്നതായിരിക്കും അതോ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നതായിരിക്കും ഏറ്റവും പാടായിട്ടുള്ള കാര്യം? എനിക്ക് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നു. ആണല്ലേ? ഇങ്ങനെ ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? അതൊക്കെ ചെയ്യാറുണ്ട്. അത് കാരണം നമ്മളെ അല്ലല്ലോ, വോയിസ് മറ്റുള്ളവരതല്ല, അപ്പൊ ഡയലോഗ് പറയുന്നൊക്കെ ചെയ്യും. അങ്ങനെ കടുപ്പൊന്നും അങ്ങനെയൊന്നുമല്ല. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതുപോലെ സോങ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ സോങ്സിനകത്ത് വരുമ്പോഴേ നമുക്ക് ഏകദേശം എപ്പോഴും കുറച്ച് എക്സ്പ്രഷൻ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ എല്ലാത്തിനകത്തും നമുക്ക് ഇങ്ങനെ കുട്ടിന് പീര് ഇടണ പോലെ ഇട്ടിട്ട് പോവാലോ. പക്ഷെ കുറച്ചുകൂടെ അങ്ങനെ നമ്മുടെ ഒരു ഉള്ളിലെ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയതെങ്കിലും പാട്ടുകളുണ്ടോ? കുറച്ചും കൂടെ അത് ഇമോഷൻസ് ചെയ്യുമ്പോൾ ആയിരിക്കും. എനിക്കൊന്ന് സാഡായിട്ടുള്ള കുറച്ച് വീഡിയോസ്, അങ്ങനത്തെ ആൽബംസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഭിനയിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ 1-2 വർക്കുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കൂടുതലും കരഞ്ഞ് ചെയ്യുന്ന അങ്ങനത്തെ സീനുകളൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വരുന്നത് കുറവാണ്. ഒരു 5-6 ആൽബങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് പറഞ്ഞ പോലെ നമ്മൾ യൂട്യൂബിലൊന്നും നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പം അത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ദൈവമേ, അതൊന്നും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം അന്നൊക്കെ CD കാര്യങ്ങളും നമ്മളെ കയ്യിലില്ല. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ വരുമ്പോഴും എത്ര പേരാണെന്നറിയോ ഓരോ ആൽബത്തിൻ്റെ ഇത് റീൽ ഇങ്ങനെ അയച്ചു തരാം നമുക്ക്. അപ്പം അത് കാണുമ്പോൾ അതൊക്കെ ഞാൻ കണ്ടതാണ്, ഓൾറെഡി ഹിറ്റാണ്. പക്ഷെ ഞാൻ കാണാത്ത കുറേ, പിന്നെ ചിലർ എൻ്റെ അടുത്ത് കുറേ സോങ് ഇങ്ങോട്ട് ചോദിക്കും, ചേച്ചി ഈ സോങ് ചേച്ചിക്ക് കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അതിൽ ലിങ്ക് ഉണ്ടോ? പക്ഷെ ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അതാണ് പ്രശ്നം. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.